Hi guys, welcome to our YouTube channel Heartbeats of Canada. അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്താണ് മാളു? ഒരു അടിപൊളി നാടൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പയും മീൻകറിയും. കറക്റ്റ്. അയലക്കറി. കാനഡയിലെ ഈ അയല കിട്ടാൻ ഇച്ചിരി പാടല്ലേ? എവിടുന്നാ പോയി വാങ്ങിച്ചത്? അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പ്ലാൻ തെറ്റിപ്പോയി. എന്തായാലും നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞേക്ക്. എല്ലാപ്പോഴും പ്ലാൻ തെറ്റും. ഞങ്ങൾ ഇന്ന് ഈ സാധനം എല്ലാം എടുത്തോണ്ട് ഔട്ട്സൈഡ് പോയിട്ട് കുക്ക് ചെയ്യാന്നാ വിചാരിച്ചത്. നമ്മുടെ പ്രകൃതിയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളൊരു ബീച്ചിൽ പോയിട്ട് അവിടെ കുക്ക് ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങൾ സാധനമൊക്കെ കെട്ടിപ്പറക്കി ബീച്ചിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആ ബീച്ചില് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അലൗഡ് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും ഓർത്ത് ലാസ്റ്റ് വീട്ടിൽ വന്ന് ഇവിടുന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചല്ലേ. ആ ബീച്ച് 2 മിനിറ്റ് ഇരിക്കണ്ടേ? പറ്റൂല. സംഭവബഹുലമായ കാര്യങ്ങൾ നടന്നു. സോറി. അങ്ങനെ എന്നെ അവിടെ ഒന്നും ഇരുത്തിയില്ല, പ്രദേശത്തോട്ടൊന്നും കൊണ്ടുപോയില്ല. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വാചകം നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് മേടിച്ച ചട്ടിയാണിത് കേട്ടോ, മൺചട്ടിക്ക് ഇച്ചിരി പാലാണ് ഇവിടെ കിട്ടാൻ. ഒരു കടയിൽ നിന്ന് മേടിച്ചാൽ കിട്ടും. ഇവിടെ മൺചട്ടി കിട്ടും. ഇവിടെ അടുത്തൊന്നല്ല, ഇവിടുത്തെ ഇന്ത്യൻ ഞാൻ ഒപ്പിച്ചോണ്ട് വന്നു. അത് എന്റെ ഒരു കഴിവിന്റെ കൊണ്ട് ഞാൻ കൊണ്ടുവന്നു. എന്റെ കഴിവ് കൊണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ചട്ടി വെക്കാം അല്ലേ? ചട്ടി വെച്ചോളൂ. ചട്ടി ഇവിടെ അല്ല വെക്കണ്ടേ, ഇത് കട്ടിമ്പോൾ. അയ്യോ, നമ്മളിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന കാനഡയിലെ അപ്പൊ നമ്മൾ ചട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആദ്യം അരിയാനുണ്ടല്ലേ? നമുക്ക് അരിയാനുള്ള സാധനം ഇത് കണ്ടോ, കാണിക്കുമ്പോൾ ഞാൻ അസിസ്റ്റന്റാ. ആര് ഐറ്റംസ് ഒക്കെ ചെറിയുള്ളി ഉണ്ട്, മുളകുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അത്രേ ഉള്ളൂ. എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അരിയാം. ആരരിയുന്നേ? ഇച്ചാനരിഞ്ഞു. കത്തി ഇവിടാണ്. കത്തി കിട്ടിയിരിക്കുകയാണ്. കണ്ടിട്ടൊരു വീട് കത്തിയായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ കത്തിയാണ്. ഓക്കെ, നമ്മൾ ആദ്യം നാട്ടിൽ നിന്ന് കൊണ്ട് നല്ല കത്തിയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് ആൾക്കാർ എന്താ പറയാ? കട്ട് ചെയ്യാന്ന് പറയും. സ്കിൽഡ് കട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ. അയ്യോ, വലിയ സ്കിൽഡ് ഒന്നും അല്ല. സ്കിൽഡ് ആണ്. നമ്മൾ എപ്പോഴും സവോള ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ചാനോട് പറഞ്ഞാൽ പടപടപടാന്ന് കട്ട് ചെയ്ത് തരും. നമുക്ക് ജിഞ്ചർ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, കണ്ടില്ലേ? ജിഞ്ചർ അരിഞ്ഞു. അപ്പൊ നമുക്കിനി ഇഞ്ചിയുടെ മണം വന്നപ്പോഴേ എനിക്കൊരു ഇഞ്ചി ഇട്ട ചായ കുടിക്കാൻ തോന്നുന്നത്. ഇഞ്ചി ചായ ഭയങ്കര ഇഷ്ടമാണോ നിങ്ങൾക്ക്? അതേ കട്ടിങ് ബോർഡ് നമ്മൾ ജിഞ്ചർ അരിയുകയാണ്. അടുത്തത് കൊച്ചുള്ളി. ഇത് ഇവിടുത്തെ സ്വർണ്ണമാണ് അല്ലേ? ഭയങ്കര വിലയാ കേട്ടോ. ഇത് ഇവിടുത്തെ ഭയങ്കര വിലയുള്ള സാധനമാണ് കൊച്ചുള്ളി. കാനഡയിൽ ഭയങ്കര വിലയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ വില കുറഞ്ഞ് കിട്ടുമ്പോൾ ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മേടിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യത അല്ലേ? വന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കുമായിരുന്നു. അത് കൊച്ചുള്ളി. ഇതൊക്കെ നമ്മൾ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് വരുന്ന പരിപാടി, കട്ട് ചെയ്ത് പോകുന്ന സാധനങ്ങൾ. ഇതൊക്കെ പച്ചമുളക് ഇടണം നമ്മള്. അത് ഇച്ചാന്റെ ഇഷ്ടം. നമ്മൾ ഇടാറുണ്ടായിരുന്നോ? നമ്മളങ്ങനെ ഇടാറില്ല. എന്നാലും വേണമെങ്കിൽ ഒരു ഭംഗിക്ക് ഒരു 2 പച്ചമുളക്. 2 പച്ചമുളക് ഓപ്ഷണലാണ്. കാരണം നമ്മൾ ഇഷ്ടം പോലെ മുളകും ഒക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. അടുത്തത് നമുക്ക് തക്കാളി. ഇത് കണ്ടോ, തക്കാളി ഇടാം. ശരിക്കും തക്കാളി മീൻകറി വേണോ? നമ്മൾ ഓൾറെഡി കൊടമ്പുളി ഇടുന്നുണ്ടല്ലോ. ഓ, ഞങ്ങളുടെ സൈഡിലോട്ട് മമ്മി എപ്പോഴും ഇടുന്ന കാണാം തക്കാളി. മമ്മി ഇടയ്ക്ക് ഇടുന്ന, എനിക്ക് ഇടാന്നാ തോന്നുന്നത്. നിങ്ങളങ്ങോട്ട് ഇടത്തില്ല അല്ലേ? കൊടമ്പുളി നമ്മൾ ഓൾറെഡി ഇടുന്നുണ്ടല്ലോ. ഓക്കെ. എന്റെ വീട്ടില് അമ്മ ഇട്ടിങ്ങനെ കണ്ടിട്ടില്ല, തക്കാളി ഇടത്തില്ല. അതിന് പകരം നല്ല നാടൻ കൊടമ്പുളി ഇടും. അല്ല, നമ്മൾ കൊടമ്പുളി ഇടുന്നുണ്ട്, പക്ഷെ ഒരു തക്കാളി ഒരു ഭംഗിക്ക്. എല്ലാം ഭംഗിക്കാണ്. ഒരു അര തക്കാളി ഞാൻ ഇടുന്നു. അതായത് കൊടമ്പുളി 1 or 2 അത് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പുളിയാവും. അപ്പം ചിലപ്പോൾ നമ്മൾ അത് ഇട്ടിട്ട് എടുത്ത് കളയാറുമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കട്ടിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, മുളക്, തക്കാളി. ഞങ്ങൾ വലിയ എക്സ്പേർട്സ് ഒന്നും അല്ല കേട്ടോ, കുക്കിംഗ് എക്സ്പേർട്സ് ഒന്നും അല്ല. ഞങ്ങൾ ജസ്റ്റ് കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അരിഞ്ഞു വെച്ച സാധനം എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തത് കുടംപുള്ളി വെള്ളത്തിലിടുന്നുള്ള ഒരു ചടങ്ങാണ്. അതെ, ഇപ്പൊ ഓൾറെഡി നമ്മൾ ആ ഫിൽറ്ററിൽ വെള്ളം വെച്ചായിരുന്നല്ലോ, ഇനി ചുമ്മാ ഇങ്ങനെ ഒഴിച്ചാൽ മതി. ചൂടുവെള്ളം ഒഴിക്കണമെന്നുണ്ടോ ഈ ചായയിലല്ലോ? എനിക്ക്
അത് കുറച്ചേരം വെള്ളത്തിൽ കിടന്നു കഴിയുമ്പോൾ അതൊന്ന് നല്ല സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് ഞെരടി ഇങ്ങെടുക്കാം. അതിപ്പോ വെള്ളത്തിൽ കിടന്നോട്ടെ. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നേരത്തെ ഐശ്വര്യമായി കത്തിക്കട്ടെ. കത്തിയിരിക്കുകയാണ്. ഐശ്വര്യമായിട്ട് വെച്ചോളൂ. വെച്ചു. ചൂടാക്കി കഴിഞ്ഞ് എണ്ണ ഒഴിക്കുക. കടുക് എണ്ണ ഒഴിക്കാതെ നല്ല എണ്ണ ഉണ്ടെങ്കിൽ നല്ലതാ. നമ്മള് ഇത് കൈകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും പുളിയുടെ കളർ പെട്ടെന്ന് തന്നെ മാറി. വെള്ളത്തിട്ടപ്പോ പെട്ടെന്ന് മാറി. ഞങ്ങൾ എണ്ണ ഒഴിച്ചിരിക്കണേ. ആ ചട്ടിയിലോട്ട് ആ എണ്ണ ഒഴിക്കുന്ന ഒരു മണം അല്ലേ മാളു? ഞങ്ങൾ എത്ര നാളായെന്നറിയാം ഇങ്ങനത്തെ ഇതിലൊക്കെ ഉപയോഗിച്ചിട്ട്. ഇത് പൊട്ടുവോ? പേടി അയച്ചാൽ നല്ല ഇച്ചിരി കുറച്ച് വെച്ചിരി. എനിക്ക് പേടി അയച്ചാൽ ഞാൻ കുറച്ച് വെച്ചിരി. ഓഫായി. പെട്ടെന്ന് തന്നെ ഉലുവയും കടുക് ഇട്ടു. അടുത്ത നമുക്ക് ഫസ്റ്റ് ഉലുവ ഇടാം. കടുക് പെട്ടെന്ന് പൊട്ടും. അതോ കടുകാണോ അടുത്തിടണ്ടേ? കടുകാണോ ആദ്യം ഇട്ടോളൂ. ഓക്കെ, നമ്മള് പക്ക ഇങ്ങനത്തെ കുക്കിംഗ് ആണ്. സ്പൂണൊന്നും ഇപ്പൊ യൂസ് ചെയ്യണമെങ്കിൽ മതിച്ചാ കടുക് ഇട്ടു. ഇളക്കണ്ട, പൊട്ടട്ടെ പൊട്ടട്ടെ. ഇനി ഉലുവ അല്ലേ? ഇനി അത് പൊട്ടുമ്പോ കുറച്ച് ഉലുവ മതിയോ? കുറച്ച് ഉലുവ നടക്കട്ടെ. ഞാൻ പൊട്ടുന്നില്ലല്ലോ കടുക്. പൊട്ടിക്കോളും. ഇനി അടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോ. ഓക്കെ, സാധാരണ എൻ്റെ അമ്മ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ഇടിക്കും എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും വേണ്ട ആവശ്യമില്ല തോന്നുന്നു. ഇത് ഇഞ്ചി ഇടുക. വെളുത്തുള്ളി മാളു ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഇച്ചിരി മുളക് പൊടി ഇടാം അല്ലേ? മുളക് പൊടി കലക്കി വെക്കാം. അതാകുമ്പം തരും. ഈ പാത്രത്തിലോട്ട് ഞാൻ മുളക് പൊടി ഇടുകയാണ്. എത്ര മുളക് പൊടിയാണ് വേണം വേണ്ടേ? എരിവിനനുസരിച്ച് കേട്ടോ. ഇത് നമ്മൾ ഇടുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലിയാണ്. 2 വേണ്ട, ഇതിലെടുത്തോളാം. ഇപ്പം നമ്മൾ ഒരു നുള്ളു ഇച്ചിരി ഇടാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഇച്ചിരിട്ടെ. പച്ചമുളക് ആഹാ എന്താ മണം. കൊതിപ്പിക്കല്ലേ. ആഹാ, ഈ ചട്ടിയില് അല്ലേ ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്, സ്മെല്ലാണ്. വെള്ളം ഒഴിച്ച് വെക്കുന്ന മാളോ എന്നോട് പറഞ്ഞു വെള്ളം ഒഴിച്ചിട്ട് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കലക്കിയിട്ട് അത് ഒഴിക്കുന്നത് അല്ലേ? അത് നല്ല ടെക്നിക്കായി തോന്നി. ഇപ്പൊ നമ്മൾ ആ രീതിയിലാണ് ഇന്ന് ചെയ്യുന്നത്. ഇച്ചിരി വെള്ളം ഒഴിക്കും. അതായത് ഒരു പേസ്റ്റ് പോലെ ആവുന്ന ടപ്പരിവ്. ഇച്ചിരി വെള്ളം ഒഴിക്കുമോ? മതി. ഇളക്കിക്കൂടാ. അതായത് ഇങ്ങനെ ഇതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് പോലെ. ഗോൾഡൻ ബ്രൗൺ ആയിട്ട് മതി. നമ്മൾ കലക്കി വെച്ചെന്ന് എഴുതാണോ? കലക്കി നമ്മൾ വെക്കുകയാണ്. സെയിം ടൈം നമ്മൾ കലക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് പുളിയുടെ കൂടെ. രക്ഷയില്ല കേട്ടോ. കൊച്ചുള്ളി ഇട്ടപ്പോ ഇച്ചിരിയും കൂടെ ഒരു സ്മെല്ലായി. കരിവേപ്പില എപ്പോഴാണ് ഇടുന്നത്? കറിവേപ്പില വേണേ ഇപ്പൊ ഇടാം, ലാസ്റ്റ് ഇടാം. ആണോ? ഇഷ്ടം പോലെ. തക്കാളി ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ അവിടെ ഉപയോഗിക്കാറില്ല അങ്ങനെ. നമ്മൾ തക്കാളി ഇടുന്നു. ഭയങ്കരമായിട്ട് പൊള്ളുന്നു ഇവിടെ. ഫ്ലെയിം ഭയങ്കരമായിട്ട് നല്ല ചൂടുണ്ട് അല്ലേ? കുറച്ച് വെക്കണോ?
എഗെയിൻ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വലിയ എക്സ്പേർട്സ് ഒന്നും അല്ല ഇതിന്റെ അകത്ത്, അതുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ അമ്മമാരാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. രണ്ടുപേരും നല്ലപോലെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഈ അയല ഉണ്ടോ, അയ്യോ ഇത്ര നാളെ ഇതുപോലത്തെ മീനൊക്കെ ഇവിടെ ഭയങ്കര റയറാണ്. അതുകൊണ്ടാണ്. ഫ്രഷാ. ഇത് ഫ്രഷ് ആയിട്ട് മേടിച്ചാൽ അവര് തന്നെ വെട്ടി തന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ ഒന്നുകൂടെ നല്ലപോലെ കഴുകിയത് കണ്ടോ. അയല അയലയും കപ്പയോട്ടൊരു പിടിയാ. ഇന്നേക്കൊരു പിടി. ഓ ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ. തക്കാളി ഇടും കുറച്ച്. തക്കാളി ഇപ്പോഴാണ് ഇടുന്നത്. അപ്പം ഞാൻ തക്കാളി ഇടുകയാണ്. ഇതിന്റെ ആവശ്യം കഴിഞ്ഞോ? അതിന്റെ ആവശ്യം. അപ്പൊ നമ്മളത് തക്കാളി ഇട്ടിരിക്കുകയാണ്, മുളക് ഒഴിക്കുകയാണ്. നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച് ഈ മുളക് നമ്മളിതിനകത്തോട്ട് ഇങ്ങനെ ഒഴിക്കാം. വീട്ടിലെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ, ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കലക്കി ഒരു ഒഴിക്കുന്നത്. ഒന്നെങ്കിൽ ഈ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. പുളിവെള്ളം എന്തായാലും ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെള്ളം വേണ്ടേ? വേണം. ജസ്റ്റ് ഒന്ന് ഇത് മണം മാറണമെന്ന് പറയാം അല്ലേ? മുളക് പൊടി ഇട്ടിട്ട് പച്ചമണം വേണ്ടെന്ന് പറയും. അതെ. ഇച്ചാന്റെ അമ്മ ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മ ഇതിന് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക ഒരു അരപ്പ്. മമ്മി മൂപ്പിക്കും അരപ്പ്. അല്ല, വെള്ളം ഒഴിക്കാൻ മുന്നേ മമ്മി മൂപ്പിക്കും. അങ്ങനെയല്ല, കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ ചുമക്കുന്നത്. സ്പൂൺ വെച്ചാണ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് നോക്കും അല്ലേ? ഇത് നല്ലതായിട്ട് ഇതിന്റെ പരുവ് എന്നാന്നറിയാ, ഇത് ചട്ടിന്ന് ഇങ്ങനെ ഓടി കളിക്കണം. അതാണ് ഇതിന്റെ പരുവ്. പക്ഷെ വെള്ളം കുറച്ചുകൂടെ വേണം തോന്നുന്നു അല്ലേ? കുറച്ച് മൂത്തിട്ട് മതി. പിന്നെ നമ്മൾ രണ്ടുപേരുടെ ക്ലബ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് അല്ല, മൂക്കണം, നല്ലപോലെ മൂക്കണം. ഇല്ലെങ്കിൽ ഞാൻ മൂക്കും. എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കുമ്പോ എൻ്റെ അമ്മയുടെ അമ്മ ഇങ്ങനെ പറയുന്നത് ഓടി കളിക്കണം, ചട്ടിക്കകത്ത് ആ എണ്ണ തെളിഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കണം. ഞാനിത് എൻ്റെ വീട്ടിലെ സ്റ്റൈലിന്റെ അത് തന്നെ നമ്മുടെ വീട്ടില് ചെയ്ത് നോക്കിയപ്പോ പപ്പ പറയുക, വെള്ളം ഒഴിക്കുമ്പോളെ വെള്ളം ഒഴിക്കുന്ന ഇത് നന്നായിട്ട് ഓടണം. അപ്പൊ ഞാൻ ഇവിടെ കാനഡയിലായിരുന്നു കേട്ടോ, മാള് വീട്ടിലായിരുന്നു. അപ്പൊ വീട്ടില് ഒഴിക്കുമ്പം അല്ലേ, വീട്ടില് കുക്ക് ചെയ്യുമ്പോ എല്ലാരും ഉണ്ട്, അമ്മയും പപ്പായും രണ്ടുപേരും ഉണ്ട്. മാളുവിന്റെ കൂടെ നിൽക്കും, എല്ലാ പരിപാടിക്കും കൂടെ നിൽക്കും. ഓക്കെ ആയോ? ആയില്ല, കുറച്ചുകൂടെ എണ്ണ തെളിഞ്ഞ കൊടംപുളി ഇനി നന്നായിട്ടൊന്ന് ഞെരടണേ. കട്ട കളറായേ. ഞാൻ പറഞ്ഞില്ലേ നാടൻ ഇതാ, നല്ല നാടൻ കൊടംപുളിയാ, അതുകൊണ്ട് നല്ല കളറ് കണ്ടോ. ഇതിന്റെ വെള്ളം മതിയോ? ഇത് മതിയോ മാള് വെള്ളം? ഇല്ല, നമുക്ക് കുറച്ചുകൂടെ ചാറ് വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ വെള്ളം ഒഴിച്ചു. കപ്പയ്ക്കല്ലേ? മതി. ഉപ്പിടണം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണേ. ഉപ്പ് നമ്മൾ ഇട്ടേ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഒരു കൈക്കണക്കും മനക്കണക്കും ആണ്. ഇത്ര അങ്ങ് ഇടാം അല്ലേ? ഇനി തിളച്ചിട്ടാണോ മീൻ ഉണ്ടോ, മീനിട്ട് തിളച്ചിട്ട് നമ്മള് മീൻ തിളയ്ക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാം അല്ലേ? മീനല്ല, ചാറ്. നോക്കാം, തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് മീനില്ല, നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ അദ്ദേഹത്തെ വെട്ടി തിളക്കുകയാണ്. അപ്പൊ അതിനകത്തോട് നമ്മുടെ അയല ഇട്ട, നമ്മളത് കഴുകി വൃത്തിയാക്കി വെച്ച അയലയാണ് കേട്ടോ, കഴുകി വൃത്തിയാക്കി വെച്ച അയലയാണ്. അപ്പൊ നമ്മളത് ഓരോരോ അയലയായിട്ട് മുട്ട കിട്ടിയോ?
അല്ല ഞാൻ കുറച്ചോളാം. അപ്പൊ നമ്മള് അയലിട്ടിട്ട് മീനിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എല്ലാ മീനിലും ഒന്ന് മുങ്ങുന്ന പോലെ കൊടുത്തു കേട്ടോ. ഇനി കറിവേപ്പില ഇടാവേ. ഓക്കെ, കറിവേപ്പില ഇങ്ങനെ സെർവ് ചെയ്ത് വെക്കും നമ്മൾ, അഴുക്കായിരിക്കാൻ വേണ്ടി മാക്സിമം. നമ്മൾ കറിവേപ്പില ജസ്റ്റ് ഒന്ന്, ഇതിപ്പോ കുറേ നാളിങ്ങനെ ഇരിക്കും കേട്ടോ. അതിന്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഇടണം. എന്നാന്ന് വെച്ചാൽ അതിന്റെ മോയ്സ്ചർ ഒക്കെ ഇതിന്റെ മേളിലോട്ട്. അയ്യോ, എന്നിട്ട് നമ്മളത് അടച്ചു വെക്കും. ഇനി ഈ മീൻ വേവാനുള്ള സമയമാണേ. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് മീൻ വെന്ത് വരട്ടെ അല്ലേ? മീൻ കറി ആയോ? നോക്കാം. റെഡി ആയല്ലേ? ഇനി നല്ലോണമുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഒന്ന് ചെറിയായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ വേണമെങ്കിൽ. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ മീൻ നമ്മുടെ മീൻ പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഓ, ആ തിളക്കുന്ന സൗണ്ട് വരും കിട്ടുമോ ഈ വീഡിയോയില്? മതി 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 മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ച്. ഉപ്പ് നോക്കിയായിരുന്നു വെച്ചാ? ഉപ്പ് നോക്കി, ഉപ്പ് കറക്റ്റാ. ഇനി ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചുറ്റിച്ചെടുത്തിട്ട് നമ്മളിത് ഇതിനെന്താ അടിമാണ് പറയാ? ഇതിനെ തിരികെ പറയുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മള് നാട്ടിൽ നിന്ന് കൊടുത്ത സ്റ്റിക്കർ പോലും ഞങ്ങൾ കളഞ്ഞു, കാരണം ഇതിന് ഉപകാരമില്ലായിരുന്നു. നമ്മൾ ഇതിനകത്തോട്ട് വെക്കാൻ പോവാ. അപ്പം ഒരു ടവല് തരൂ. ടവൽ തരാം, ഒന്ന് പിടിക്കാം. രണ്ടെണ്ണം തരാവേ, ചൂടല്ലേ. നമ്മള് ഓഫ് ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കലക്കുന്ന. ഇതിന്റെ ഉപകാരം ഇതോടെ അടച്ചു വെക്കാണ്. കപ്പയായി വരാം അല്ലേ? അതുവരെ വെയിറ്റ് ചെയ്യും. ഫ്രോസൺ കപ്പ, ഫ്രോസൺ കപ്പയാണ് മേടിച്ചത്. നമ്മൾ ഫ്രോസൺ കപ്പ ഇവിടെ മേടിക്കാൻ കാരണമെന്ന് വെച്ചാൽ, കൂടുതലും കാരണമെന്ന് വെച്ചാൽ, നമ്മളല്ലാത്ത വലിയ കപ്പ മേടിച്ചോണ്ട് വരും. ആ മേടിച്ചോണ്ട് വന്നിട്ട് അത് പൊളിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടില്ല, നാട്ടിലൊക്കെ കണ്ട് കാണും കപ്പ പൊളിക്കുന്നവർ, കപ്പ വെക്കുന്നവര് ഇങ്ങനെ നീല കളറ് വരും. അതുപോലെ കപ്പ അഴുക്കായി പോകും. അതുകൊണ്ട് നമ്മളിപ്പം ഇത് മേടിച്ച ഗ്യാരണ്ടിയാ, എങ്ങനെയായാലും നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഫ്രോസൺ മേടിച്ച് നമുക്ക് എങ്ങനെയാലും യൂസ് ചെയ്യാം. മറ്റേന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഇത് മേടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പകുതി അഴുക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫ്രോസണിലേക്ക് മാറിയിരിക്കുന്നത് അല്ലേ? വെച്ചോളൂ. അപ്പൊ നമ്മൾ കപ്പ ഇടാം. കപ്പ ഇട്ടോ, ഡയറയായി പോരട്ടെ. ഇത്രയും കപ്പ ഉണ്ടല്ലേ, അത് കണ്ടില്ലേ? വെള്ളം വന്നേ, കുഴപ്പമില്ല, ഫ്രോസൺ അല്ലേ. അപ്പൊ മാളു കപ്പ കഴുകും. ജസ്റ്റ് ഒന്ന് കഴുകിട്ട് വരാം. നല്ല കഴുകിയ കപ്പ കഴിക്കുക. അപ്പൊ നമ്മളത് ഇത് വെക്കാണ്. അതിന്റെ അകത്തോട്ട് കപ്പ ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക അല്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ചെറുതാക്കാം. ഇതിപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചോളൂ. ഓക്കെ, ഇതിനകത്തോട്ട് നമുക്ക് കപ്പ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കും. തിരിയല്ലേ? ഇവിടെ നമ്മൾ ഉപ്പിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉപ്പിട്ടിരിക്കുകയാണ്. വൺ കുക്കിംഗ് ആണ്. എന്ത് ചെയ്യാണ്? മതി 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 മതി. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. എന്നാന്ന് വെച്ചാൽ കപ്പയ്ക്ക് ഇനി മഞ്ഞനിറം ഇല്ലെങ്കിലോ? മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ. നമ്മൾ അരപ്പിന്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, എന്നാലും കുറച്ചും കൂടെ ഇടാം. കപ്പയ്ക്ക് ഒരു നല്ല മഞ്ഞ നിറം കിട്ടിക്കോട്ടെ. കാരണം നമുക്ക് ചുമന്നുള്ള അയലക്കറിയാണേ. മഞ്ഞക്കറി അല്ലേ? അപ്പൊ അടച്ചു വെക്കാം, വേഗട്ടെ. ഓക്കെ. അപ്പൊ ഇത് വേകുന്ന സമയം കൊണ്ട് ഞങ്ങൾ അരപ്പുണ്ടാക്കുന്നത് ഞങ്ങൾ നേരത്തെ എടുത്തു വെച്ചു. അപ്പൊ ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടിട്ടോ. അപ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും. നമ്മുടെ ഐറ്റംസ്. അപ്പം ഇത് നമുക്കിനി ഒരുമിച്ചിട്ടാലും അല്ലെങ്കിലും ഒക്കെ ഒരുമിച്ച് അരയാനുള്ളതായതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചിരുന്നു. ഓക്കെ, അല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, എങ്ങാനും ഇനി കപ്പയ്ക്ക് നിറം വന്നില്ലെങ്കിലോ, സേഫ് സൈഡിന് വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് പൾസ് ചെയ്തെടുക്കാതെ. അപ്പൊ നമ്മുടെ അരപ്പ് റെഡി, പൾസ് ചെയ്ത അരപ്പ് റെഡിയാണ്. കപ്പ വെച്ചിട്ട് കപ്പ നോക്കാം അല്ലേ? നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. ഒടയുന്നുണ്ട് കപ്പ അല്ലേ? നമ്മള് രണ്ടായിട്ട് വന്നു. നന്നായിട്ട് നല്ലപോലെ ഒടയുന്നുണ്ട്. അപ്പൊ നമ്മളിത് വാർക്കാം അല്ലേ? ഇത് നമുക്ക് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വാർത്തെടുക്കാം. ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള്
അരപ്പിന്റെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അരപ്പിടാം അല്ലേ? നമ്മൾ നേരത്തെ അരച്ചു വെച്ചാണ് നമ്മൾ നമ്മുടെ കണ്ട അരപ്പിന്റെ. നമുക്ക് അരപ്പിടാം. അരപ്പിൽ ഉപ്പിട്ടായിരുന്നു നമ്മള്? അരപ്പിൽ ഉപ്പിട്ടിട്ടില്ല. അല്ല, നമ്മൾ ഉപ്പിട്ട് ഇല്ലാത്തല്ലേ. നമ്മൾ അരപ്പ് ഫുള്ള് ഇട്ടിരിക്കുകയാണ്. നമ്മൾ അരപ്പ് വേവാൻ വേണ്ടിട്ട് വെക്കണേ. അപ്പൊ നമ്മൾ അരപ്പിട്ടിട്ട് കുറച്ച് നേരം വെക്കണോ? വെള്ളം വേണോ? ഒരു ചെറിയ വെള്ളം കൊടുക്കാം. മതി മതി മതി. ചെറുതായിട്ട് വേണ്ട, ചെറുതായിട്ട് വെള്ളം അടിയിലും ഉണ്ട്. അരപ്പിട്ടിട്ട് ജസ്റ്റ് ഞാൻ എന്തിനാ അരപ്പ് കളയുന്നേന്ന് ഓർത്താ. ഇത് കുക്ക് ചെയ്യട്ടെ. കുക്കായിട്ട് നമുക്കത് ഇളക്കി മിക്സ് ചെയ്ത് തീർക്കാം. കരിഞ്ഞോ? അത് പിടിച്ചിളക്കിയോണേ. പിടിച്ചോ? ഇല്ല, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് കപ്പയൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇവിടെ വേണ്ടത് ബലമാണ്, ആൾബലമാണ്. ആൾബലം അല്ല, എണ്ണ വേണോ? വേണ്ട, ഇട്ടോ. നന്നായിട്ട് ഇനി വേണേ ഓഫ് ചെയ്തോ, എന്നിട്ടൊന്ന് കുഴച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴക്കണം. കുഴയിലാണ് കപ്പയുടെ വേവ്, കപ്പ വേവിച്ചതിന്റെ ഒരു രുചി. നന്നായിട്ട് ഉടഞ്ഞോട്ടെ. കാരണം വെച്ചാൽ കപ്പയുടെ ആ ഒരു കഷ്ണമൊക്കെ നന്നായിട്ട് ഉടഞ്ഞോട്ടെ. ടേസ്റ്റ് ഉള്ളൂ അല്ലേ? ഇറക്കി വെക്കാം അല്ലേ? അതെ, ഞങ്ങളെ കപ്പ ഇറക്കി വെക്കുകയാണ്. നമുക്ക് ചിലര് കടുക് പൊട്ടിക്കും, ചിലര് കടുക് പൊട്ടിക്കത്തില്ല. അപ്പൊ നമ്മൾ കടുക് പൊട്ടിച്ചതിന്റെ മേളിൽ വെച്ചാല് ഒരു അല്ലേ കാണാനൊരു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഇത് ഇച്ചിരി സ്പീഡ് ഇത് കുറയ്ക്കുക വെച്ചാൽ ചെറിയ പാത്രമല്ലേ, അതുകൊണ്ടാണ്. എണ്ണയല്ലേ? നമ്മള് എണ്ണ ഒഴിക്കുക. ചൂടായിരുന്നു. എത്ര മതിയോ? അത് മതി. ഇച്ചിരി എണ്ണ ഒഴിച്ചു. അപ്പൊ ഞാൻ പൊക്കി വെക്കുക. നീ ക്യാമറയിൽ ഇല്ല. എനിക്ക് പേടിയായിച്ചാ. കുഴപ്പമില്ല, എനിക്ക് പറ്റിയാണ്, ഞാൻ സഹിച്ചു. കറിവേപ്പില, കറിവേപ്പില ഇട്ടു. വറ്റൽമുളക്, വറ്റൽമുളകും കൂടെ പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ കപ്പ, പിന്നെ നമ്മുടെ മീൻ അപ്പൊ നമുക്കിനി പ്ലേറ്റിലേക്ക് വിളമ്പാം കപ്പ അല്ലേ? നമുക്ക് രണ്ട് ഡിഫറെന്റ് പ്ലേറ്റ് ആണ്. കപ്പ തിരിച്ചറിയാൻ സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ച് കപ്പ എടുക്കുന്നതിൻ്റെ അകത്തുനിന്ന് എടുത്തിനകത്തിരുന്നു നമ്മൾ ഭയങ്കര ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. നല്ല രണ്ടായിര പീസ് എടുത്ത് പിന്നെ മുകളിലോട്ടിരുന്നു. കുറച്ച് ചാറെടുത്തിട്ട് ഇങ്ങനെ കറക്കി ഒഴിക്കുന്നു. അപ്പൊ ഞാൻ കപ്പ വിളമ്പി വെച്ചിരിക്കുകയാണത്. നല്ല ചൂട് പറക്കുന്ന മീൻകറിയും കപ്പയും അല്ലേ? ടേസ്റ്റ് നോക്കാം. ചൂടാണ്. കപ്പ എടുത്തിട്ട് ഇങ്ങനെ മീൻകറി ഇങ്ങനെ മുക്കി ഞാൻ മീൻ കഷ്ണം ഇങ്ങനെ എടുത്ത്. ഈ ചിലരെ നമ്മളെ കുക്ക് ചെയ്ത് ഇങ്ങനെ കൊതിപ്പിക്കത്തില്ലേ? നമുക്ക് ഒന്ന് കൊതിപ്പിക്കാം അല്ലേ? ഇതുപോലെ നല്ല നല്ല ചൂട് മീൻകറി കപ്പ അടിപൊളി അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നല്ല കപ്പയാണ്, അലുത്ത് പോവാ നാവില്. ഇത്രയ്ക്ക് ടേസ്റ്റാ. അടിപൊളി കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഇത്ര നന്നാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരുന്ന അല്ലേ? അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അല്ലേ? അയലക്കറി അടിപൊളി. അയലക്കറി ഞാൻ കൺട്രോൾ വിട്ടുപോയി. ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. സോറി. അപ്പം നമ്മളിനി അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? ഇനി എന്തായാലും കുക്കിംഗ് വീഡിയോ ഒന്നും അറിയത്തില്ല. നിങ്ങൾക്ക് അതിന് സജഷൻ ഉണ്ടെങ്കിൽ ഇടുക അല്ലേ? അപ്പൊ ഞങ്ങളുടെ ഇത്രയും നേരം കുക്കിംഗ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഹാർട്ട് ബീറ്റ്സ് ഓഫ് കാനഡ അല്ലേ? അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ
ബൈ ബൈ. ബൈ. കഴിക്കട്ടെ. അടിപൊളി ഒരു ശീല.